നമസ്തേ. നമുക്ക് ഒരു വീട് വെക്കാനായിട്ട് നിങ്ങളൊരു ഭൂമി വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ്. ഒരു കാരണവശാലും കന്നി താന്ന ഭൂമി വാങ്ങിക്കരുത്. കാരണം ഒരു വസ്തുവിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് കന്നി ഉയർന്ന ഭൂമിയാണ്. കന്നി താന്ന ഭൂമിയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് വാസ്തുവിൽ പറയുന്നു. അപ്പോൾ ഒരു വാസ്തുയോഗ്യമായ ഭൂമി എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വസ്തുവിൽ ഏറ്റവും ഉയർന്ന ഭാഗം തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നിമൂലയും ഏറ്റവും താഴ്ന്ന ഭാഗം വടക്ക് കിഴക്ക് എന്ന് പറയുന്ന ഈശാനകോണുമാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കിഴക്കോട്ട് ചരിഞ്ഞ ഭൂമി, അതിനോടൊപ്പം വടക്കോട്ട് ചരിഞ്ഞ ഭൂമി, അതാണ് ഏറ്റവും അനുയോജ്യമായ ഭൂമി എന്ന് പറയുന്നത്. അപ്പം ഈ രീതിയിലുള്ള ഒരു വസ്തു നിങ്ങൾ വാങ്ങിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. മറ്റൊരു കാര്യം പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വസ്തുവിലേക്ക് കടക്കുന്ന എൻട്രൻസ്, അതായത് ഗേറ്റ്, ഒരു കാരണവശാലും കന്നിമൂല ഭാഗത്ത് വരാൻ പാടില്ല. കന്നിമൂല ഭാഗത്ത് വന്നാലും നിങ്ങളുടെ സമ്പത്ത് നിൽക്കാതെ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. ഇനി പല കാരണങ്ങളാലും പല വസ്തുവിൽ പല സ്ഥലങ്ങളിലും കിണറുകൾ കണ്ടുവരുന്നുണ്ട്. കാലിയായിട്ടുള്ളൊരു വസ്തു ആയിരിക്കും, പക്ഷെ അതിലൊരു കിണറുണ്ട്. ആ കിണറിൻ്റെ സാന്നിധ്യം കന്നിമൂലയിലാണെങ്കിലും ആ വസ്തു ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ഈശാനകോണിൽ യഥാവിധി ഒരു കിണർ കുഴിച്ചുകൊണ്ട് അതിൽ വെള്ളം കിട്ടിക്കൊണ്ട് ഈ കന്നിമൂലയിലെ കിണർ നിങ്ങൾക്ക് മൂടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തത് കൊണ്ട് ദോഷമില്ല. അപ്പം ഈ കന്നിമൂല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്കാണെന്നും അതിൻ്റെ ഉയർച്ചയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് യഥാവിധി കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ വീട് വയ്ക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരികയും അതിനനുയോജ്യമായിട്ടായിരിക്കണം വീട് വയ്ക്കുന്നത്. വീടിൻ്റെ ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ കൂടെ പറയാം. ഇപ്പോൾ നമ്മൾ കന്നിമൂല ഉയർന്ന് ഈശാനകോണ് താഴ്ന്ന ഭൂമി പറഞ്ഞു, ഈശാനകോണിലൊരു കിണർ പറഞ്ഞു, അതുപോലെ ഉച്ചഭാഗങ്ങളിലുള്ള ഗേറ്റുകളായിരിക്കണം നമ്മൾ സ്ഥാപിക്കേണ്ടത്. വീടിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കണം. അതുപോലെ തന്നെ വീടിൻ്റെ പ്രധാന വാതിലുകൾ വാസ്തു കറക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫെങ്ഷുയുടെ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകളും കൂടെ നോക്കി ഏറ്റവും പ്രോസ്പെരിറ്റി ഉള്ള സ്റ്റാർ നിൽക്കുന്ന സ്ഥലത്ത് പ്രധാന ഡോറ് പണിയുക. അതുപോലെ തന്നെ കിച്ചൺ പണിയുന്നത് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അഗ്നികോണാണ്. ഇപ്പം നമുക്ക് മറ്റ് 4 കോണുകളെ പറ്റി പറയാം. വായുകോണ്, ഈശാനകോണ്, അഗ്നികോണ്, നിരവധി കോണ്. ഇതിൽ അഗ്നി എന്ന് പേരുള്ളൊരു ദിക്കേതാണ്, അഗ്നികോണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അഗ്നികോണിൽ തന്നെ അഗ്നിയെ സ്ഥാപിക്കുക. അത് ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ശുക്രൻ്റെ ഒരു ബ്ലെസ്സിങ്സ് നമുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് തന്നെ നമ്മൾ അടുക്കള പണിയുക. അടുത്തത്, വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വീടിൻ്റെ മുകളിലുള്ള വാട്ടർ ടാങ്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കാനായിട്ടും ശ്രദ്ധിക്കുക. വീടിൻ്റെ മുകളിൽ രണ്ടാമതൊരു നില പണിയുമ്പോൾ ഒരിക്കലും കന്നിമൂല ഭാഗം ഒഴിച്ചിട്ടുകൊണ്ട് നിങ്ങൾ പണിയാൻ പാടില്ല. കന്നിമൂല ഭാഗത്ത് ഉറപ്പായിട്ടും റൂം എടുത്തിട്ട് മറ്റേത് ഭാഗത്തും റൂമുകൾ ചെയ്യാവൂ. അതുപോലെ തന്നെ നിങ്ങൾ ടോയ്ലറ്റുകൾ പണിയുമ്പോൾ 2 നിലയായിട്ട് ചെയ്യുന്ന ടോയ്ലറ്റുകൾ പണിയുമ്പോൾ താഴെ ഏത് ഭാഗത്താണോ ടോയ്ലറ്റ് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്ത് തന്നെ മുകളിലും ടോയ്ലറ്റ് കൊണ്ടുവരുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ തെക്ക് വശത്തൊരു ടോയ്ലറ്റ് ഉണ്ട്, മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് രണ്ടാമത്തെ നിലയുടെ ടോയ്ലറ്റ് വടക്ക് ഭാഗത്താണെങ്കിൽ 2 ദിക്കുകളുടെ സൗഭാഗ്യങ്ങൾ പോയി. താഴെ വന്നിട്ട് സൗത്ത് ടോയ്ലറ്റ് വന്നു, അപ്പോൾ സൗത്ത് ദിക്കിൻ്റെ സൗഭാഗ്യം പോയി. അതുപോലെ മുകളിൽ വന്നപ്പോഴോ നോർത്തിൽ ടോയ്ലറ്റ് വന്നു, അപ്പോൾ നോർത്ത് ദിക്കിൻ്റെ സൗഭാഗ്യവും പോയി. അപ്പോൾ ഒരു കാരണവശാലും ഇത്തരത്തിൽ വരാനായിട്ട് പാടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.